എന്തൊരു സ്നേഹമാണെന്ന് നോക്കിക്ക്. പെറ്റ തള്ളക്ക് സഹിക്കാൻ പറ്റാത്ത അത്രയും കാഴ്ച. എന്നിട്ട് ഞാൻ സഹിച്ചല്ല. നീ സഹിക്കും, പക്ഷെ എനിക്ക് പറ്റില്ല. ഇതാണാടി നമ്മുടെ മോള് തന്നെയാണ് അവള്. കെട്ടാൻ പോണ ചെറുക്കനിട്ട് കോഴയാണ്, കൊഞ്ചാണ്, കെട്ടിപ്പിടിക്കണ്, ഉമ്മ വെക്കണ്. എടി ഇതൊക്കെ കല്യാണം കഴിഞ്ഞിട്ടാണ്, അല്ലാണ്ട് ഇപ്പോഴല്ലേ ഇതൊക്കെ ചെയ്യണത്. നിങ്ങക്ക് എന്താണ് മനുഷ്യ? എന്റെ മനുഷ്യ, കല്യാണത്തിന് 2 ആഴ്ച മുമ്പ് ഇതുപോലത്തെ ഫോട്ടോഷൂട്ടൊക്കെ നടത്തി അതൊക്കെ ഒന്ന് കാണിച്ച് ആൾക്കാരെ ഡേറ്റ് ഓർത്തിരുന്നാലേ കല്യാണത്തിന് വരുള്ളൂ, എന്നാലേ എന്തെങ്കിലും കിട്ടുള്ളൂ. എന്ത് അതിന് വേണ്ടിട്ട് നടത്തണ സേവ് ദ ഡേറ്റ് ഫോട്ടോഷൂട്ടാണത്. നിങ്ങക്ക് ഇതൊന്നും അറിയാൻ പാടില്ലാത്ത. ഇതെന്താ രണ്ടുപേരും കൂടി പുഴവരത്ത് നിന്ന് വെള്ളത്തിൽ നോക്കി വെള്ളം ഇറക്കിക്കണം? വെള്ളത്തിൽ നോക്കി വെള്ളം ഇറക്കണല്ല, പറഞ്ഞു കൊടുക്ക്. കല്യാണത്തിന് മുമ്പുള്ള ഫോട്ടോഷൂട്ട് സേവ് ദ ഡേറ്റ്. ആ മോളുടെ അടിപൊളിയാണല്ലോ. ഇന്നും ഇന്നലെ തുടങ്ങിയതല്ലടാ ഇത്. പിന്നെ തുടങ്ങി ഇതൊരു മാസമായി ഇതിന്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. അവൻ വരുന്നു, അവളെ കൊണ്ട് പോകുന്നു, തിരിച്ചു കൊണ്ടുവന്നാക്കുന്നു. അവൻ കടലിൽ കുളിക്കുന്നു, കടപ്പുറത്ത് മറിയുന്നു. അവൻ ജിമ്മ് ക്ലാസ്സിൽ പോകുന്നു, ഭക്ഷണം കഴിക്കുന്നു, വെള്ളം അടിക്കുന്നു. അതിനിടയ്ക്ക് ഷാപ്പ് ബുക്ക് ചെയ്ത് ഷാപ്പിൽ പോകുന്നു. എന്ത് ട്രെൻഡ് എടാ ഇതൊക്കെ? ഇതുങ്ങ കല്യാണം കഴിഞ്ഞിട്ട് അതിന് ശേഷം ആയിക്കൂടെ? മനുഷ്യനെ വിളിച്ച് നാണം കെടുത്തി എന്നാ കെട്ടിപ്പിടുത്തോ ഉമ്മ വെക്കലും കാണിക്കണത്? ഇയാൾക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടാണ്. എന്തറിയാൻ പാടില്ല? ജാമ്പോന്റെ കാലത്ത് ഇയാള് KSRTC ബസ്സിൽ കയറി വന്ന് എന്നെ കെട്ടിക്കൊണ്ട് പോകുന്നത് പോലെയാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. കല്യാണത്തിന്റെ ട്രെൻഡ് മാറിയില്ലേ? ഇപ്പൊ കല്യാണത്തിന് നിശ്ചയം കഴിഞ്ഞാൽ ഉടനെ പിന്നെ എന്തെല്ലാം ചടങ്ങുകളാണ്. ഹൽദി, സേവ് ദ ഡേറ്റ്, മഞ്ഞൾ കല്യാണം, മെഹന്തി, എന്തെല്ലാം ചടങ്ങുകൾ. ഇതെല്ലാം ഫോട്ടോഷൂട്ട് ചെയ്തിട്ടല്ലേ കാണിക്കണത്. അങ്ങോട്ട് ടൈറ്റാനിക്കിന്റെ പോസാണ് കാണിക്കണം. മനുഷ്യൻ ടൈറ്റായിട്ട് നിൽക്കുമ്പോഴാണ് അവക്കടെ ടൈറ്റാനിക്കിന്റെ പോസ്. ഒരു ഉളുപ്പില്ല, ഒരു നാണമില്ല, മാണമില്ല. നമ്മുടെ മോള് തന്നെ ഇന്നലെ പരിചയപ്പെട്ട എടി ശരിക്കും പറഞ്ഞ ആ മുറച്ചെറുക്കൻ ബാബുട്ടം മതിയായിരുന്നു. അപ്പൊ അമ്മക്കും മോക്കും പറ്റണില്ല, അവനെ പറ്റണില്ല. തറച്ചെറുക്കനാണ്. അവനെന്താ കുഴപ്പം? എന്താണ്? ഒരു പണിക്കും വേലയ്ക്കും പോകാണ്ട് തെക്കൂടക്ക് തേരാപ്പാര തെണ്ടി കിടക്കണം ആ ചെറുക്കൻ എന്റെ പെണ്ണിനെ പിടിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇവരെ നിനക്ക് പരിചയമുണ്ടോ? ഇങ്ങനെയൊക്കെയല്ലേ പരിചയപ്പെടണം. ഒന്നും വേണ്ട, 10 വയസ്സ് സ്ത്രീധനം വേണ്ട, മോളെ മാത്രം മതി എന്ന് പറഞ്ഞപ്പോ അയ്യോ ഞങ്ങൾ ഓക്കെ ആണെന്ന് പറഞ്ഞ കട ഇറങ്ങി തിരിച്ചാ. ഒരു മാസം ഞാൻ എന്റെ പുറകെ കിടക്കാൻ തുടങ്ങി. എടാ ആ മൂത്ത പെങ്കൊച്ചിനെ അയച്ച ആ വീട്ടിൽ അനിയൻ ചെറുക്കൻ ചോദിച്ചിട്ട് പോലും ഞാൻ കൊടുത്തില്ല. വേറൊരു കുടുംബത്താവുമ്പോ അത്രേ സന്തോഷാകൂല. വേറൊരു കുടുംബത്താവുമ്പോ 2 കുടുംബം തകരും. ഇതിപ്പോ ഒറ്റ കുടുംബം തകർന്നാ മതിയായിരുന്നു. നിങ്ങൾ ഈ തകർച്ചയുടെ കാര്യം പറയാണ്ടേ, ഇത് നിങ്ങളുടെ പുറകെ നിൽക്കണ്ട. നിങ്ങൾ ആ കല്യാണം വിളിക്കാൻ നോക്കുള്ള സമയത്ത് ഇനി മഴയത്ത് കുളിയണ്ടെന്ന്, മഴ വരാൻ കാത്തിരിക്കണേണെന്ന്. എന്തൊക്കെ അഭ്യാസമാണ്. മഴ വന്നല്ല അവരതും എടുത്തു. ഞാൻ ഇതിനു മുമ്പ് പല കല്യാണവും കൂടിയിട്ടാ. ഞാൻ പറഞ്ഞാണ് ഇതിന്റെ പുറകെ തൂങ്ങാതെ നമുക്ക് 100-400 വീട് കയറാനുണ്ട്, ആ കല്യാണം വിളിക്കാതെ ഞാൻ പോകാന്ന് ഉറപ്പ് ഇവള് പറഞ്ഞ് ഞാനില്ലാതെ പോകണ്ടെന്ന്. ഇയാൾ ഒറ്റയ്ക്ക് പോയാലൊന്നും ആരും വരൂല്ലടാ. അവനൊക്കെ എന്തിന്റെ സൂക്കേടാണെന്ന് എനിക്കറിയില്ല. ഇതേ വള്ളത്തിൽ കയറണം. എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒറ്റയ്ക്ക് കല്യാണം വിളിക്കാൻ പോകണ്ട, ആരും വരൂല. എന്താ ഞാൻ ഒറ്റക്ക് കല്യാണം വിളിക്കാൻ പോയി ആരും വരാത്ത? അതെന്താ കുഴപ്പമെന്താ? എടാ ഞങ്ങൾ എവിടെയെങ്കിലും കല്യാണത്തിന് പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ശരിയാ. ആ സ്ഥലത്ത് ഇയാൾ ഒറ്റയ്ക്ക് പോയാൽ വരുവാ? ഞാനും കൂടെ ചെന്നിട്ട് ഈ കല്യാണത്തിനെ പറ്റി ഒന്ന് പറഞ്ഞ് തലേ ദിവസത്തെ ഫംഗ്ഷൻ, കല്യാണത്തിന്റെ അന്നത്തെ ഫംഗ്ഷൻ, പിന്നെ റിസപ്ഷൻ, ഇതെല്ലാം വിശദീകരിച്ചിട്ട് വേണം ആൾക്കാർ വരാൻ. അങ്ങനെ വന്നാലേ നമ്മൾ ഈ ചെലവാക്കണേന് എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടുള്ളൂ. പിന്നെ ഇതുപോലത്തെ കുറച്ച് ചെലവൊക്കെ ഉണ്ടാക്കി കുറച്ച് പോഷക കാണിച്ചാലേ ആള് വന്ന് എന്തെങ്കിലുമൊക്കെ തരുള്ളൂ. എന്ത് പണ്ടാരെങ്കിലും ആവട്ടെ.